ദുഃഖണ വൈഷമ്യമേടുകൾ പാതയിൻ ദുർഘട വൈഷമ്യമേടുകൾ മാർഗതടസ്സമായി അണിനിരക്കിലും മാർഗതടസ്സമായി അണിനിരക്കിലും കുതിക്കും ഞാനവേൻ നെറ്റം ഇത് കൂടി ലക്ഷ്യം തെറ്റാതെ ഞാൻ മോക്ഷാപുരിയിലെത്തും ലക്ഷ്യം തെറ്റാതെ ഞാൻ മോക്ഷാപുരിയിലെത്തും സിയോൻ പ്രയാണമെൻ ആനന്ദമാനന്ദം തിരുസിയോനിൽ ചെന്നെത്തും പ്രഭാതിനം തിരുസിയോനിൽ ചെന്നെത്തും പ്രഭാതിനം കണ്ടു തുടങ്ങി ഞാൻ മനോഹരാക്കനാൻ കണ്ടു തുടങ്ങി ഞാൻ മനോഹരാക്കനാൻ പാലും തേനും വഴിഞ്ഞൊഴുകുന്ന ദേശം പാലും തേനും വഴിഞ്ഞൊഴുകുന്ന ദേശം പ്രിയനെനിക്കായി കരുതുവാൻ പോയാ പ്രിയനെനിക്കായി കരുതുവാൻ പോയാ നിത്യനാടാണത് മുട്ടില്ല വീടൊന്നും നിത്യനാടാണത് മുട്ടില്ല വീടൊന്നും സിയോൻ പ്രയാണമെൻ ആനന്ദമാനന്ദം തിരുസിയോനിൽ ചെന്നെത്തും പ്രഭാതിനം തിരുസിയോനിൽ ചെന്നെത്തും പ്രഭാതിനം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം എന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾക്കും വേഗം വരുന്ന കർത്താവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ തിരുവചനവുമായി നിങ്ങളോടൊപ്പമായിരിക്കാൻ നിങ്ങളോടൊപ്പമായി നിൽപ്പാൻ ദൈവത്തിൻ്റെ കർത്താവ് എനിക്കൊരു പ്രാവശ്യവും കൂടെ കൃപ തന്നതിനായി നന്ദി. ഇന്ന് പകൽക്കാലം ഒരുമിച്ച് ദൈവത്തിൻ്റെ തിരുവചനത്തെ നമുക്ക് ആത്മാവിൽ ഗ്രഹിക്കാം. എന്നോടൊപ്പം ഈ വചനം ആത്മാവിൽ ഗ്രഹിക്കുവാൻ ആഹ്വാനം ചെയ്യുന്നു. പ്രത്യേകം ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് എടുക്കാം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം 13 തൊട്ട് ശരിക്കു പറഞ്ഞാൽ 17 വരെ വായിക്കേണ്ട വചനമാണ്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നോഹയോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നു. ദൈവം നോഹയോട് സംസാരിക്കുന്നു. നോഹ അതുപോലെ ചെയ്യുന്നു. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് തുടക്കത്തിൽ തന്നെ പറയുന്നു, നമ്മുടെ കർത്താവ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അത് ചെയ്യുവാൻ നമ്മൾ തയ്യാറാവണം. കർത്താവ് എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്യുവാൻ എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും എത്ര പ്രയാസപ്പെട്ടാണെങ്കിലും ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ചെയ്യുവാൻ തയ്യാറായാൽ എൻ്റെ ദൈവം നടത്തുന്ന വഴികളെ നമുക്ക് കാണുവാൻ കഴിയും. നമുക്ക് കാണുന്ന വചനം ഇന്ന് പകൽ എടുത്തു വായിക്കാം. നോഹയോട് പറഞ്ഞൊരു കാര്യം, ദൈവം നോഹയോട് കൽപ്പിച്ചതെന്തെന്നാൽ, സകല ജഡത്തിൻ്റെയും അവസാനം എൻ്റെ മുൻപിൽ വന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നോഹയോട് വ്യക്തതയോടെ കൃത്യമായും ദൈവത്തിൻ്റെ ആത്മാവ് നോഹയോട് സംസാരിക്കുക. എന്തുവാ സംസാരിക്കുന്നത്? നോഹയെ ദൈവം നോഹയോട് കൽപ്പിച്ചതെന്തെന്നാൽ, സകല ജഡത്തിൻ്റെയും അവസാനം എൻ്റെ മുൻപിൽ വന്നിരിക്കുന്നു. ഭൂമി അവരാൽ അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഞാൻ അവരെ ഭൂമിയോട് കൂടെ നശിപ്പിക്കും. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, സകല ജഡത്തിൻ്റെയും അവസാനം വന്നിരിക്കുന്നു. തൻ്റെ ജനത്തെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ എന്നെ ഓർമ്മിപ്പിക്കാൻ പറയുന്നു, ലോകം, ജഡം, പിശാച് ഒരു
ഭക്തനെ വീഴ്ത്തുവാൻ തക്കവണ്ണം തള്ളുമ്പോ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറയുന്നു. ഈ ലോകം, ജഡം, പിശാജ് ജഡത്തിന്മേൽ അത് എന്ത് ചെയ്യുക, സ്തോത്രം, ജഡത്തിന്മേൽ എന്ത് ചെയ്യുക, ആകർഷിച്ചിട്ട് ലോകത്തിലേക്ക് നമ്മളെ ഇറക്കി വിടുമ്പോൾ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ ലോകത്തിലേക്ക് നമ്മളെ ഇറക്കുമ്പോൾ, ഈ ലോകത്തിന്റെ ചിന്തയിലേക്ക് നമ്മളെ ഇറക്കുമ്പോൾ, പാപത്തിലേക്ക് നമ്മളെ കടത്തിവിടുമ്പോൾ, ദൈവത്തിന്റെ ജനത്തെ പാപത്തിലേക്ക് വിടുന്നതായ അവസ്ഥയിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവുന്നു ലോകം, ജഡം, പിശാചിനെ ഈ ദിവസങ്ങളിൽ ആത്മീയ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ ജയിക്കണമെന്ന് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു. ഈ ജഡത്തിൻ്റെ ആയ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നത്, ഗലാത്യലേഖനം 5-ാം അധ്യായം 24-ാം വാക്യം പറയുമ്പോൾ എടുത്ത് ഞാനൊന്ന് വായിച്ചിട്ട് മുന്നോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ റീഖബ ശതുന രഗൽക്കടകം അതിൻ്റെ 24-ാം വാക്യം, ക്രിസ്തുയേശുവിലുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോട് കൂടെ ക്രൂശിച്ചിരിക്കുന്നു. അപ്പോൾ ജഡത്തെ ക്രിസ്തുയേശുവിലുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹത്തോടു കൂടി ക്രൂശിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ജഡത്തെ എന്ത് ചെയ്യണം? നമ്മൾ രാഗമോഹത്തോടു കൂടി ക്രൂശിക്കണം, അത് ക്രൂശിച്ചിരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ പറയുന്നു. നോഹയോട് പറയുക, ജഡത്തിൻ്റെ ഈ സകല ജഡത്തിൻ്റെയും അവസാനം വന്നിരിക്കുന്നു. അപ്പോൾ അവസാനം വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഭൂമി അവരാൽ അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. കണ്ടോ, ഈ ജഡത്തിൻ്റെ ഈ മനുഷ്യൻ്റെതായ പാപത്തിൻ്റെ പരിണതഫലമായി അകൃത്യം മുഖാന്തരം സ്തോത്രം, അകൃത്യം മുഖാന്തരം അകൃത്യം നിറഞ്ഞിരിക്കുന്നു എന്ന് ഭൂമി അവരാൽ അകൃത്യം നിറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അവരെ ഭൂമിയോട് കൂടെ നശിപ്പിക്കും. നീ ഗോവർ മരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കുക, പെട്ടകത്തിന് അറകൾ ഉണ്ടാക്കി അകത്തും പുറത്തും കീഴ്ത്തേക്കണം. പരിശുദ്ധാത്മാവ് കർത്താവ് നോഹയോട് പറയുമ്പോൾ എന്തൊക്കെ ചെയ്യണമെന്ന് 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നോഹയോട് പറയുക, നോഹയെ, ഈ ജനത്തെ നിന്റെ കുടുംബത്തെയും ഒരു പെട്ടകത്തിനകത്ത് ഒരു പെട്ടകമുണ്ടാക്കി അതിനകത്ത് പ്രവേശിക്കേണ്ടത് ആരെയൊക്കെയാണെന്നും എങ്ങനെ പ്രവേശിക്കണമെന്നും എങ്ങനെയാണ് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതെന്നും ദൈവം നോഹയോട് സംസാരിച്ചു. ഇന്ന് പകൽ പരിശുദ്ധാത്മ പറഞ്ഞു, നമ്മുടേതായ ജീവിതത്തിൽ എന്തു നേരിടേണ്ടി വന്നാലും, അത് ലോകത്ത് എന്തു വരേണ്ടി വന്നാലും ഇന്ന് പകൽ തൻ്റെ ഭക്തന്മാരോട് സംസാരിക്കുമെന്ന് മുന്നേ തന്നെ തൻ്റെ ഭക്തന്മാരെ സംരക്ഷിക്കുവാൻ, തൻ്റെ ഭക്തന്മാരെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ കർത്താവ് തൻ്റെ ദാസന്മാരോട്, തൻ്റെ ഭക്തന്മാരോട് ദൈവം സംസാരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഒളിച്ചു പാർക്കുവാൻ, അല്ലെങ്കിൽ ഇവരെ ഇതിനകത്ത് പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ ഒരു പെട്ടകമുണ്ടാക്കണമെന്ന് നോഹയോട് പറയുക. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുകയാ, നോഹ അതുപോലെ തന്നെ ചെയ്തു. അതേ 13-ാം അധ്യായം തൊട്ട് അതിൻ്റെ 22 വാക്യം വായിക്കുമ്പോൾ ഒരു പെട്ടകം നോഹ പറഞ്ഞ പ്രകാരം, എൻ്റെ കർത്താവ് പറഞ്ഞ പ്രകാരം, ദൈവം പറഞ്ഞ പ്രകാരം നോഹ പെട്ടകം നിർമ്മിച്ചു. നമുക്ക് കാണുന്നു അതിൻ്റെ 22-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു, അങ്ങനെ തന്നെ അവൻ ചെയ്തു. കണ്ടോ, ഇന്ന് പകൽ പരിശുദ്ധാത്മാ പറയുന്നു നോഹയോട് പറഞ്ഞതായ വാക്കുകൾ നോഹ അങ്ങനെ തന്നെ ചെയ്തു. ഒരു ശകലം പോലും വ്യത്യാസമില്ലാതെ, ശകലം പോലും മാറ്റമില്ലാതെ നോഹ ചെയ്യുവാൻ തയ്യാറായി. അത് നോഹ അങ്ങനെ തന്നെ ക്രമീകരിക്കുവാനിടയായി. അതിന് ഉപരിയായി ഒരു കാര്യം നമുക്ക് മനസ്സിലാകുന്നു, നോഹയുടെ കുടുംബവും അതിനോടൊപ്പം ചേർന്ന് പണിയുവാൻ, അതിനോടൊപ്പം സഹകരിക്കുവാൻ തയ്യാറാകുന്നതായി നമുക്ക് കാണുന്നു. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഞാനും നീയുമാകുന്ന പെട്ടകത്തെ പണിയുമ്പോൾ, എൻ്റെ കർത്താവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പണിയുമ്പോൾ, ഇന്ന് പകൽ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായാൽ, ഒരുമിച്ച് ചേർന്ന് നിന്ന് പണിയുവാൻ തയ്യാറായാൽ, ഭിന്നത കൂടാതെ, അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടാതെ, ദൈവത്തിൻ്റെ പ്ലാൻ പ്രകാരം, ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ഞാനും
നീയും ചെയ്യുവാൻ അല്ലെങ്കിൽ പണിയുവാൻ തയ്യാറായാൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു പൂർത്തീകരിക്കുന്നത് കർത്താവ്. അതിന്റെ പ്ലാനും അതിന്റെ ക്ലച്ചും അതിന്റെ കാര്യങ്ങൾ ക്രമീകരിച്ചു തരുന്നത്, അതിന്റെ പ്ലാൻ വരച്ചു തരുന്നത്, അതിന്റെ പ്ലാൻ പറഞ്ഞു തരുന്നത്, നമ്മൾ എങ്ങനാകണമെന്നും നമ്മൾ ഏതു രീതിയിൽ നമ്മൾ പണിയപ്പെടണമെന്നും എൻ്റെ കർത്താവ് നമ്മളെ പറ്റി എന്ത് ചെയ്യുക നിരൂപിച്ചിരിക്കുന്നതായ ദൈവത്തിന്റെ പദ്ധതിയിൽ നമ്മളെ പണിയണമെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാ പറയുന്നു നമുക്ക് അവൻ പറഞ്ഞു തരും. നോഹയോട് പറഞ്ഞതുപോലെ തന്നെ നോഹ ചെയ്തു. ഇന്ന് പകൽ അനുസരിക്കുവാൻ എന്ത് ദൈവത്തിന്റെ ജനം ദൈവത്തിന്റെ വാക്കിനെ അനുസരിക്കുവാൻ എത്ര പ്രയാസപ്പെട്ടാലും എത്ര കഷ്ടപ്പെട്ടാലും അനുസരിക്കുവാൻ തയ്യാറായാൽ ദൈവത്തിന്റെ മഹത്വം എന്റെയും നിന്റെയും ജീവിതത്തിൽ വെളിപ്പെടുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു. എന്റെയും നിന്റെയും ജീവിതത്തിൽ നേരിടുന്നതായ ഏതു പ്രതിസന്ധി ഘട്ടങ്ങളും എൻ്റെ കർത്താവ് അറിയാതെയല്ല, അത് അറിഞ്ഞുകൊണ്ട്. അതുകൊണ്ടാ പറയുന്നത് എന്റെയും നിന്റെയും തലയിലെ മുടിയൊന്ന് താഴെ പോകണമെങ്കിൽ എൻ്റെ കർത്താവ് അറിയാതെ അല്ല. അതുകൊണ്ട് ഇത് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, എനിക്കും നിനക്കും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായാൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു, കുടുംബത്തെ പണിയണമോ, നിന്റെ ജീവിതത്തെ പണിയണമോ, നിന്റെ ലൈഫ് എങ്ങനാകണമോ, എൻ്റെ ദൈവം എന്ന് പകൽക്കാലം പ്ലാൻ ഇടുമെന്ന്. അസന്ധൽക്കമന ആചരാല വൈഡരകൾ കടക സ്യാധുന അസാധന എന്റെയും നിന്റെ ഇഷ്ടത്തിനല്ല കേട്ടോ, കർത്താവിന്റെ ശബ്ദത്തിന് ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കുക. ഒരു ജീവിതത്തിലേക്കാണോ നീ കടക്കുന്നത്, നിന്റെ ഇഷ്ടമല്ല, എൻ്റെ കർത്താവിന്റെ ഇഷ്ടത്തിന് വേണ്ടി പണിയാൻ ഏൽപ്പിച്ചു കൊടുത്താൽ ഇന്ന് പകൽ പരിശുദ്ധാത്മ പറയുന്നു എൻ്റെ കർത്താവ് പൂർത്തീകരിക്കും. അതിന് ഒരു കുറവും കൂടാതെ കുറവുകളെ നികത്തി എൻ്റെ ദൈവം അത് പൂർത്തീകരിക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. 6-ാം അധ്യായത്തിൽ നോഹ പെട്ടകം നിർമ്മിച്ചു. എന്നാൽ 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ അനന്തരം യഹോവ നോഹയോട് കൽപ്പിച്ചതെന്തെന്നാൽ നീയും സർവ്വ കുടുംബവുമായി പെട്ടകത്തിൽ കടക്ക. ഞാൻ നിന്നെ ഈ തലമുറയിൽ എൻ്റെ മുൻപാകെ നീതിമാനായി കണ്ടിരിക്കുന്നു. ഈ തലമുറയിൽ കണ്ടോ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, എത്ര പേർക്ക് കഴിയും, എത്ര പേരോട്, എത്ര കുടുംബത്തെ നോക്കി ദൈവം ഇങ്ങനെ പറയും, നിന്നെ നീതിമാനായി കണ്ടിരിക്കുന്നു. നോഹയോടും കുടുംബത്തോടും പറയുക, നോഹയോട് പറയുക, നിന്നെ നീതിമാനായി കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അസാധന രഗൽക്കടക എന്തുകൊണ്ട് പറഞ്ഞതുപോലെ തന്നെ നോഹ പറഞ്ഞതുപോലെ തന്നെ കുടുംബം ആ പെട്ടകത്തിനകത്തു കയറി. ഇന്ന് പകൽ പരിശുദ്ധാത്മാ പറയുന്നു, ഞാൻ നിന്നെ ഇന്ന് പകൽ ആത്മാവിൽ ആരോടൊക്കെയോ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് ദൈവാത്മാ പറയുന്നു, ഞാൻ നിന്നെ ഈ തലമുറയിൽ നീതിമാനായി കണ്ടിരിക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് ദൈവം നീതീകരിക്കാൻ പോകുകയാണ്. ദൈവത്തിന്റെ നീതി, മനുഷ്യന്റെ നീതിയല്ല കേട്ടോ. മനുഷ്യൻ ഇവിടെ പെട്ടകം പണിതപ്പോ മനുഷ്യൻ നോഹയെ കളിയാക്കിയതായി കാണുന്നുണ്ട്. നോഹയോട് ഇത് ചുമ്മാ ചെയ്യാന്ന്, മഴയൊന്നും ഇല്ലാത്ത സമയത്ത് മഴ പെയ്യാൻ പോന്നു എന്നൊക്കെ പറഞ്ഞതായ നമുക്ക് കാണാൻ കഴിയുന്നു. എന്നാൽ പരിശുദ്ധാത്മാ പറയുന്നു, അനുസരിക്കുവാൻ ദൈവശബ്ദത്തിന്റെ മുൻപിൽ നോഹയെ അനുസരിക്കുവാൻ ഇടയായതുകൊണ്ട് നോഹയോട് പറയും, ഈ തലമുറയിൽ എന്നെയും നിന്നെയും നീതീകരിക്കുവാൻ എൻ്റെ ദൈവശക്തൻ ഇന്ന് പകൽ ഏൽപ്പിച്ചു കൊടുത്താൽ എന്ന് പകൽ ദൈവാത്മാ പറയുന്നു, നീതിമാന്മാർ ആരുമില്ല, ഒരുത്തം പോലുമില്ല. അങ്ങനെയെങ്കിൽ എൻ്റെ കർത്താവ് എന്നെയും നിന്നെ നീതീകരിക്കുമെന്ന്. അസാധന ആഞ്ചരാല വൈഡരകൾ ആരാണോ അനീതിയാണെന്ന് വിളിച്ചു പറയുന്നത്, നീ പോകുന്ന ശരിയല്ലെന്ന്, നിന്റെ വാക്ക് ശരിയല്ലെന്ന്, നിന്റെ പ്രവൃത്തി ശരിയല്ലെന്ന് വിളിച്ചു പറയുമ്പോൾ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മ, നീ എന്തിനാണോ ഇപ്പോൾ കേൾക്കുന്ന അപമാനം, ഇപ്പോൾ കേൾക്കുന്ന കഷ്ടത, എന്തിനെ ചൊല്ലിയാണോ ഇന്ന് പകൽ പരിശുദ്ധാത്മ അത് നന്മയ്ക്കായി തീരും, അത് നന്മയ്ക്കായി തീരുമെന്ന്. നോഹയുടെ ജീവിതത്തിൽ നന്മയ്ക്കായി തീർന്നെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മ നന്മയ്ക്കായി
തീരുമെന്ന്. നീ ഏൽക്കുന്ന കഷ്ടത, നീ ഏൽക്കുന്ന നിന്ന, നീ ഏൽക്കുന്ന കണ്ണുനീര് അത് നന്മയ്ക്കായി തീരുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നത്, കണ്ണുനീരിന് എൻ്റെ കർത്താവ് വിലാപത്ത് നൃത്തമാക്കി തീർക്കുമെന്ന്. നിന്റെ വിലാപത്ത് എൻ്റെ ദൈവം നൃത്തമാക്കുമെന്ന്. നീ ഇതുവരെയും സന്തോഷിക്കാത്തൊരു സന്തോഷം, ഇതുവരെയും പ്രാപിക്കാത്തൊരു ദൈവിക പദ്ധതിയിലേക്ക് എന്നെയും നിന്നെയും പ്രവേശിപ്പിക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. അസാധന രകൽക്കടക വൈഡരകൽക്കടക പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നത്, ദൈവത്തിന്റെ പദ്ധതിയുള്ളതായ ഭക്തന്മാരെ, അത് കുടുംബത്തെ, ദൈവിക പദ്ധതിയിൽ കണ്ടിരിക്കുന്നതായ കുടുംബത്തെ എൻ്റെ കർത്താവ് പണിയുമ്പോൾ ഒരുമിച്ച് ചേർത്ത് പണിയും കേട്ടോ. അസംസുര രകൽക്കടക വൈഡരകൽക്കടക സ്യാധുന അസാധന രഗനഘടക വൈഡ മനസ്സി. അതുകൊണ്ട് ഈ തലമുറയിൽ നീതിമാൻ എന്ന് വിളിക്കപ്പെടുവാൻ ഇടയായി. ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. എന്നിട്ടോ നോഹയോട് പറയുകയാണ്, നീതിമാനായി കണ്ടിരിക്കുന്നു. ശുദ്ധിയുള്ള സകല മൃഗങ്ങളിൽ നിന്നും ആണും പെണ്ണുമായി 7, ശുദ്ധി ഇല്ലാത്ത മൃഗങ്ങളിൽ നിന്ന് ആണും പെണ്ണുമായി 2, ആകാശത്തിലെ പറവകളിൽ നിന്നും പൂവനും പിഴയുമായി 7 ഭൂമിയിലേക്ക് സന്തതി ശേഷിക്കേണ്ടതിന് നീ ചേർത്ത് കൊള്ളണം. ഇനി 7 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഭൂമിയിൽ 40 രാവും 40 പകലും മഴ പെയ്യിക്കും. കണ്ടോ, ദൈവത്തിന്റെ ആത്മാവ് നോഹയോട് പറയാ, നീ 7 അത് ശുദ്ധിയുള്ളതിന് 7 ശുദ്ധിയില്ലാത്തതിന് 2 ആണും പെണ്ണും പൂവനും പെടയുമായി 2 7 സ്തോത്രം. അതിനെ ഇതിനകത്തു കയറ്റണമെന്ന് യഹോവ നോഹയോട് കൽപ്പിച്ചു. കണ്ടോ, ദൈവം നോഹയോട് കൽപ്പിച്ച പ്രകാരം 2 ആണും പെണ്ണുമായി നോഹയുടെ അടുക്കൽ വന്നു പെട്ടകത്തിൽ കടന്നു. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, മനുഷ്യനോട് പറഞ്ഞിട്ട് കേട്ടില്ല, മൃഗം പോലും ആ നോഹയുടെ വാക്ക് അനുസരിച്ചു. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്ന, ദൈവം മൃഗത്തോട് സംസാരിച്ചിട്ടുണ്ടാവാ, ദൈവം മൃഗത്തോട് ഇടപെട്ടിട്ടുണ്ടാകാം. ഈ പെട്ടകത്തിനകത്ത് പെട്ടകം ഉണ്ടാക്കുന്നു, ഇതിനകത്ത് വന്ന് പ്രൊട്ടക്റ്റ് ആകുവാൻ അല്ലെ സംരക്ഷിക്കപ്പെടുവാൻ ഒരു പെട്ടകമുണ്ടെന്നും അതിനകത്തു വന്ന് കയറണമെന്നും ദൈവം മൃഗത്തോട് സംസാരിച്ചിട്ടുണ്ടാകാം. ഇന്ന് പകൽ പരിശുദ്ധാത്മാ പറയുന്നു, ആഹാവിന്റെ കൊട്ടാരത്തിൽ നിന്ന് അപ്പവും ഇറച്ചിയും കൊണ്ടെത്തിക്കുവാൻ ഒരു കാക്കയോട് ഇടപെട്ടെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാ പറയുന്നു, ദൈവം ഈ മൃഗത്തോടും ഇടപെട്ടിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ചുമ്മാ കയറി വരത്തില്ല. ഇന്ന് പകൽ പരിശുദ്ധാത്മാ പറയുന്നു, എന്നോടും നിന്നോട് ഇടപെടുന്ന ഒരു ദൈവമുണ്ട്, എന്നോടും നിന്നോട് സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽ ഏൽപ്പിച്ചു കൊടുത്താട്ടെ, ദൈവം നമ്മളോട് സംസാരിക്കട്ടെ. 7 അധ്യായത്തിലേക്ക് വരുമ്പോ നോഹയോട് ദൈവം പറഞ്ഞതുപോലെ നോഹ ചെയ്യുകയാ, എല്ലാറ്റിനെയും ഇതിനകത്തേക്ക് പ്രവേശിപ്പിച്ചു. ഇത് സ്തോത്രം. അതിന്റെ 16 വാക്യത്തിൽ വരെ നോഹ ഈ പെട്ടകത്തിൽ സകലരും പെട്ടകത്തിൽ കടന്നു. ദൈവം അവനോട് കൽപ്പിച്ചതുപോലെ അകത്തു കടന്നു ശേഷം സർവ്വജനത്തിനും ആണും പെണ്ണുമായി കടന്നു. കണ്ടോ, സകലതും ആണും പെണ്ണുമായി സകലതും കടന്നു. എന്നിട്ടോ 17 വാക്യത്തിലേക്ക് വരുമ്പോ യഹോവ വാതിൽ അടച്ചു. ഇന്ന് പകൽ പരിശുദ്ധാത്മാ പറയുന്നു, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ, നമ്മുടെ കുടുംബത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ, എന്റെ കുടുംബത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ, നിന്റെ കുടുംബത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ ഇന്ന് പകൽ പരിശുദ്ധാത്മാ കുടുംബത്തിനകത്ത് പ്രവേശിപ്പിച്ച് ഞാൻ കൂടാരത്തിനകത്ത് പ്രവേശിപ്പിച്ചിട്ട് ഞാനും നീയുമാകുന്ന കൂടാരത്തിൽ ദൈവിക പദ്ധതിയിലായിരിക്കുന്ന നമ്മളെ ദൈവം സംരക്ഷിച്ചിട്ട് വാതിലടയ്ക്കുന്ന കർത്താവ് കേട്ടോ. ഇതിന് എങ്ങനെ ഇതിനെ പുറത്തു വിടാതെ സംരക്ഷിക്കപ്പെടുവാൻ പരിശുദ്ധാത്മ പറയുന്ന ദിവസങ്ങളിൽ കർത്താവ് അങ്ങനെ തന്നെ ചെയ്യുമെന്ന്. ഇനി ആരും നിന്റെ കുടുംബത്തെ തൊടാതെ, ഇനി ആരും നിന്റെ ജീവിതത്തെ തൊടാതെ, ഇനി ആരും നിന്റെ മക്കളെ തൊടാതെ, ഇനി ആരും നിന്റെ അതിന്റെ സമ്പത്തിനെ തൊടാതെ, ഇനി ആരും നമ്മളെ ഉപദ്രവിക്കാതെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ അവൻ വാതിലടയ്ക്കുമെന്ന് പരിശുദ്ധാത്മ പറയുന്നു.
അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നു, കഥകിന്റെ ഓടാമ്പലുകളെ ഞാൻ ഉറപ്പിച്ച് അകത്തു തലമുറയെ അനുഗ്രഹിക്കുന്നു. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ഓടാമ്പലുകളെ അവൻ ഉറപ്പിച്ചിട്ട് അകത്തു തലമുറയെ അനുഗ്രഹിക്കാൻ പോകുകയാ. അസാധുന രകൽക്കടക അകത്തു തലമുറയെ അനുഗ്രഹിക്കുന്ന ദൈവം. തലമുറയെ പറ്റി ഭാരപ്പെടുന്നതായ ദൈവ കുഞ്ഞുങ്ങളെ, ദൈവത്തിന്റെ ആന്റിമാരെ, സ്തോത്രം സഹോദരങ്ങളെ, ഇന്ന് പകൽ പരിശുദ്ധാത്മ പറയുന്നു, കുഞ്ഞുങ്ങളെ പറ്റി ആദ്യം പിടിക്കണ്ട. കുഞ്ഞുങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുവാൻ, കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുവാൻ ഈ ദിവസങ്ങളെ എൻ്റെ കർത്താവ് ശക്തനെന്ന് ഇന്ന് പകൽ ആത്മാവിൽ ഒരു ദൂത് വിളിച്ചു പറയുകയാ. ആദ്യം വേണ്ട, ഭാരം വേണ്ട, ഭാവി അവന്റെ കയ്യിൽ ഭദ്രമാണെന്ന് വിശ്വസിക്കാമോ? ഇന്ന് പകൽ എൻ്റെ നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി, നമ്മുടെ ഭാവി അവന്റെ കരങ്ങളിൽ ഭദ്രമാണെന്ന് ഇന്ന് പകൽ വിശ്വസിച്ച എൻ്റെ കർത്താവ് മഹത്വം വെളിപ്പെടുത്തുമെന്ന് പറയുന്നു. അവൻ വാതിലടച്ചു. കണ്ടോ? യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഓർഡർ അനുസരിച്ച് ദൈവമാ ചെയ്യുന്നത്. എൻ്റെയും നിന്റെ ജീവിതത്തെ എങ്ങനെ പണിയണമെന്നും എങ്ങനെയാണ് സംരക്ഷിക്കപ്പെടേണ്ടതെന്ന് എൻ്റെ ദൈവത്തിനറിയാം. ഇന്ന് പകൽ നീ ചെയ്യുന്നതല്ല എൻ്റെ ദൈവം ചെയ്യുന്നത്. നിന്നെ കൊണ്ട് ചിലത് പണിയിപ്പിക്കും. പെട്ടകത്തെ പണിയുവാൻ, ക്രമീകരിക്കപ്പെടുവാൻ നിന്നെ കൊണ്ട് ചെയ്യിക്കും. പക്ഷേ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് വാതിലടയ്ക്കുന്നത്, ഇന്ന് പകൽ വാതിലടയ്ക്കുന്നത് കർത്താവാ. പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്ന് പകൽക്കാലം എന്നെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ കേട്ടുകൊണ്ടിരിക്കുന്നതായ ഓരോരുത്തരോടും ദൈവാത്മ പറയുന്നു, ഈ ദിവസങ്ങളിൽ നമ്മുടെ വാതിലടയ്ക്കുന്നത്, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ദൈവമാണെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ഹല്ലേലൂയ. റീഖബ ശതുന രഗൽക്കടകസി അസംധുന രഗൽക്കടക. അങ്ങനെ എന്തിയോ സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ അത് വാതിലടച്ചു. 7-ാം വാക്യം തൊട്ട് വായിക്കുമ്പോൾ, ഭൂമിയിൽ 40 ദിവസം ജലപ്രളയം ഉണ്ടായി. വെള്ളം വർദ്ധിച്ച് പെട്ടകം പൊങ്ങി, നിലത്തു നിന്ന് ഉയർന്നു, പെട്ടകം പൊങ്ങി, ഭൂമിയിൽ ഏറ്റവും പെരുകി. ഉണ്ടോ? ഭൂമിയിൽ ഏറ്റവും പെരുകി. പെട്ടകം വെള്ളത്തിൽ ഒഴുകി തുടങ്ങി. വെള്ളം ഭൂമിയിൽ അത്യധികം പൊങ്ങി. ആകാശത്തിന് കീഴിലുള്ള ഉയർന്ന പർവ്വതങ്ങളൊക്കെയും മൂടിപ്പോയി. കണ്ടോ? ആകാശത്തിന് കീഴിലുള്ള സകല പർവ്വതങ്ങൾ, ഉയർന്ന പർവ്വതങ്ങൾ മുഴുവനും മൂടിപ്പോയി. ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ അങ്ങനെ തന്നെ സംഭവിക്കും. കേട്ടോ? ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ കർത്താവ് അത് തന്നെ ചെയ്യും. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ രക്തത്താൽ ജയമെടുക്കുന്നു, രക്തത്താൽ വചനത്താൽ ജയമെടുക്കുന്നു. അസംധുന രകൽക്കടക അത്തന ജാനക വൈഡ രകൽക്കടക സ്യാതന. പറവജാതികൾ, കന്നുകാലി, കാട്ടുമൃഗങ്ങൾ, നിലത്തിൽ ഇഴയുന്ന എല്ലാ ഇഴജാതികളും, സകല മനുഷ്യരും ചത്തുപൊങ്ങി. കരയിലുള്ള സകലത്തിലും മൂക്കിൽ ജീവശ്വാസമുള്ള ഒക്കെയും ചത്തു. ഭൂമിയിൽ മനുഷ്യരും മൃഗവും ഇഴജാതിയും ആകാശത്തിലെ പറവുകളുമായി ഭൂമിയിൽ ഉണ്ടായിരുന്ന സകല ജീവജാലങ്ങളും നശിച്ചുപോയി. ഇതെന്തിയാ? ദൈവം പറഞ്ഞതുപോലെ ദൈവം ഭൂമിയിൽ വെള്ളത്തെ അങ്ങ് പൊക്കി. എന്നാൽ 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോ ദൈവം നോഹയോട് നോഹയും അവന്റെ കുടുംബത്തെയും അവന്റെ പെട്ടകത്തെയുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. ഇന്ന് പകൽ പരിശുദ്ധാത്മാ പറഞ്ഞു, ഈ വെള്ളത്തിനകത്തൂടെ പൊങ്ങി നടക്കുന്നതായ ഈ പൊങ്ങി ചലിച്ചുകൊണ്ട് നിൽക്കുന്നതായ ഈ പെട്ടകത്തെ, അല്ലെങ്കിൽ നോഹയോട് പറഞ്ഞതായ ആ പെട്ടകത്തെ, അതിനകത്ത് പ്രവേശിച്ചിരിക്കുന്ന സകല മൃഗങ്ങളെയും ഇഴജാതികളെയും നോഹയുടെ കുടുംബത്തെയും എൻ്റെ കർത്താവ് ഓർത്തു. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് മനുഷ്യൻ ഓർത്തില്ലെങ്കിലും എൻ്റെ ദൈവം ഓർക്കുന്ന ദൈവമാ. ഇതിന്റെ ദൈവം പറഞ്ഞ വാക്ക് നശിപ്പിക്കും എന്ന് പറഞ്ഞാൽ നശിപ്പിക്കും. ഭൂമി അതിക്രമത്താൽ നശിപ്പിക്കും എന്ന് പറഞ്ഞാൽ നശിപ്പിക്കും. ദൈവത്തിനൊരു മഹത്വം ദേശത്ത് വെളിപ്പെടുത്തും എന്ന് പറഞ്ഞാൽ വെളിപ്പെടുത്തും. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ. എന്നിട്ടോ ഓർത്തു, ദൈവം ഭൂമിയിൽ ഒരു കാറ്റടിപ്പിച്ചു. കണ്ടോ? ഭൂമിമേൽ ഒരു കാറ്റ് അടുപ്പിച്ചു, വെള്ളം നിലച്ചു. കണ്ടോ? ഇന്ന് പകൽ പരിശുദ്ധാത്മാ പറയുന്നു, ഈ വെള്ളത്തിന്മേൽ ഒരു വലിയ
കാറ്റടിപ്പിച്ചപ്പോൾ ഈ വെള്ളം അങ്ങ് നിലച്ചു. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഒരു കാര്യം എൻ്റെ കർത്താവ് എൻ്റെയും നിന്റെ ജീവിതത്തിൽ ചെയ്താൽ ആ ജീവിതത്തിൽ എങ്ങനെയാണോ ശാന്തമാകേണ്ടത്, എങ്ങനെയാണോ നിലനിൽക്കേണ്ടത്, എങ്ങനെയാണോ അതിനെ കൺട്രോൾ ചെയ്യേണ്ടത്, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് തന്നെ അത് ചെയ്യുമെന്ന് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു. എൻ്റെ നിന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതിനകത്ത് ദൈവം ചിലത് ചെയ്യുമെന്ന് എൻ്റെ കർത്താവ് ഇന്ന് പകൽക്കാലം പറയുന്നു. അതുകൊണ്ട് ശിഷ്യന്മാർ എന്ത് ചെയ്യുക, സ്തോത്രം, അക്കരയ്ക്ക് പോകാൻ പറഞ്ഞ ശിഷ്യന്മാരോട് അവരുടെ പടകിലേക്ക് എന്ത് ചെയ്യുക, സ്തോത്രം, വലിയ ചുഴലി രൂപാന്തരം പ്രാപിച്ചു. എന്നാൽ ചുഴലി നിമിത്തം അവർ എന്ത് ചെയ്യുക, നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് നിലവിളിച്ച നിമിഷം ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, കർത്താവ് അവരോട് പറഞ്ഞിട്ടാണ് അവർ എന്ത് അക്കരയ്ക്ക് പോയത്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, എന്നോടും നിന്നോടും ഇന്നത് ചെയ്യാൻ പറഞ്ഞിട്ട് ജീവിതത്തിൽ എന്തു വന്നാലും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വവും പൂർണ്ണ ഉത്തരവാദിത്വം ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനാണെന്ന്, എൻ്റെ കർത്താവിനാണെന്ന് ഇന്ന് പകൽക്കാലം ശക്തമായി അടിവരയിട്ട് പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുക. നിന്റെ ജീവിതത്തിൽ എന്നോടും നിന്നോടും ദൈവം എന്തെങ്കിലും ഒന്ന് സംസാരിച്ചിട്ടുണ്ടോ? വെയിറ്റ് ചെയ്യാനാണോ പറയുന്നത്? അതോ സ്തോത്രം ഇന്ന് പകൽക്കാലം ചിലത് കാണാനാണോ പറയുന്നത്? ചിലത് എന്ത് ചെയ്യാ, നീ ജീവിതത്തിൽ ചെയ്യാനാണോ പറയുന്നത്? എന്താ കർത്താവ് ചെയ്യാൻ പറയുന്നത്? എന്താണോ നിന്നോട് പറയുന്നത്? അതിനകത്തു നേരിടുന്ന സകല ഇഷ്യൂസിനെയും, അതിന് അകത്ത് നടക്കുന്ന സകല വിഷയങ്ങളെയും എൻ്റെ കർത്താവ് കൺട്രോൾ ചെയ്യുമെന്ന്, എൻ്റെ കർത്താവ് അതിനെ നിയന്ത്രിക്കുമെന്ന്, അതിന് എങ്ങനെ ചെയ്യണമോ, അതിന് എങ്ങനെ ആക്കി തീർക്കണമോ എൻ്റെ കർത്താവ് ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവ്. ശിഷ്യന്മാർ അതിനകത്തു കിടന്നു നിലവിളിക്കാൻ, നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ല. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളോട്, എന്നോട് കുടുംബത്തോട് വിളിച്ചു പറയുക, നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക് വിചാരം, ഈ വിചാരമില്ലാഞ്ഞിട്ടല്ലെന്ന് എൻ്റെ യേശു ഇന്ന് പകൽക്കാലം പറഞ്ഞ് നിന്നെ അയച്ചതാണോ? എന്നെ യേശു നിന്നെ പറഞ്ഞ് പുറത്തിറക്കിയതാണോ? വിളിച്ചതയും വിശ്വസ്തന കേട്ടോ. ഇന്ന് പകൽ വിളിച്ച കർത്താവാണോ, അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ദൈവത്തിന്. ഇന്ന് പകൽ പരിശുദ്ധാത്മ പറയുന്നു, ദൈവിക നാമം നിമിത്തം എന്തു നീ ഏറ്റാലും, ഏത് പ്രയാസഘട്ടത്തിൽ കടന്നുപോയാലും, ദൈവിക പദ്ധതിയിൽ നിന്നുകൊണ്ടാണോ നിനക്ക് ജീവിതത്തിൽ നേരിടുന്ന വിഷയങ്ങൾ, ഇന്ന് പകൽ അതിന്മേൽ ജയമെടുക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. അതിന്മേൽ എങ്ങനെയാണോ അതിനെ ഓവർകം ചെയ്യേണ്ടത്, ഇന്ന് പകൽ പരിശുദ്ധാത്മ പറഞ്ഞു അതിന് മേൽ ജയമെടുക്കുമെന്ന് എൻ്റെ ജയവും പറയുന്നു. ഇന്ന് പകൽ ചില പാഠങ്ങളെ കേട്ടോ, ഇന്ന് പകൽ ചില പാഠങ്ങളാണ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ശിഷ്യന്മാർ പോയി എന്ന നിലവിളി ഉയർന്നു. എന്നാൽ യേശു കാറ്റിനെ ശാസിച്ചു, കടലെ ശാന്തത വന്നു കേട്ടോ. ഇന്ന് പകൽ എന്തുകൊണ്ടാണോ അവരുടെ ജീവിതത്തിൽ ആ കാറ്റുണ്ടായത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണോ അവരുടെ ജീവിതത്തിൽ ആ പ്രതിസന്ധി ഉണ്ടായത്, എന്തുകൊണ്ടാണോ അവരുടെ ജീവിതത്തിൽ ആ നിലവിളി ഉയർന്നത്, ആ നിലവിളി ഉയർന്നതിന്മേൽ എൻ്റെ കർത്താവ് ശാസിച്ചു. അസാധന ആന്തരാല വൈഡരകൾ കടക. ഇന്ന് പകൽ കുടുംബത്തിനകത്തു നിന്ന് നിലവിളിക്കുന്നതായ സ്തോത്ര ദൈവകുഞ്ഞെ, ഇന്ന് പകൽ പ്രതികൂലത്തിന്റെ നടുവിൽ നിന്ന് അയ്യം വിളിക്കുന്ന ദൈവകുഞ്ഞെ, പരിശുദ്ധാത്മ പറയുന്നു, കാറ്റിനെ ശാസിച്ചു, കടലെ ശാന്തമാക. ഉടയവൻ കൽപ്പിക്കും, അതങ്ങനെ തന്നെ സംഭവിക്കും. ഉടയവൻ കൽപ്പിക്കും, അതങ്ങനെ തന്നെ സംഭവിക്കും. ഉടമന വൈഡ രകൽ കടക സ്യാന്തന അസാധന രകന കടക. പരിശുദ്ധാത്മ പറയുന്നു, ഏത് അവസ്ഥയിലായിരുന്നോ അതേ അവസ്ഥയിലേക്ക് ആക്കി തീർക്കുവാൻ, ഏത് രീതിയിലാണോ ശിഷ്യന്മാർ യാത്ര ചെയ്തു പോകുന്നത് അതേ ലെവലിൽ തന്നെ, ആ ഫസ്റ്റ് ഈ പുറപ്പെടാൻ പറഞ്ഞ സ്റ്റെപ്പിൽ തന്നെ, പാതി വഴിക്ക് വന്നപ്പോൾ ഉണ്ടായ പ്രതികൂലമല്ല കേട്ടോ, ആദ്യ സ്റ്റെപ്പിൽ എങ്ങനെയാണോ നിന്റെ ജീവിതം നിന്നത് അതേ ലെവലിലേക്ക് കൊണ്ടെത്തിക്കുവാൻ എൻ്റെ ദൈവശക്തനെന്ന് ഇന്ന് പകൽക്കാലം ദൂത് വിളിച്ചു പറയുന്നു. ഓ റീഖവ ശാന്തുന രകൽ ഘടക വൈഡരകൾ ഘടക അതരകനഘടകസി. പരിശുദ്ധാത്മ പറയുന്നു, ഏത് പൊസിഷനിലാണോ നിന്നെ കൊണ്ടെത്തിക്കേണ്ടത് അതേ പൊസിഷനിൽ കൊണ്ടെത്തിക്കുവാൻ എൻ്റെ ദൈവശക്തനെന്ന് ഇന്ന് പകൽ പരിശുദ്ധാത്മ പറയുന്നു. അതുകൊണ്ട് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ പറയുന്നത്, നീ അനുസരിക്ക്, നീ പറയുന്നത് അനുസരിക്ക്, ദൈവത്തിന്റെ വാക്ക് നീ കേക്ക്.
അസാധുന രഗൽ കടക വൈഡ രഗൽ കടക ആൻസര വൈഡ രഗൽ കടക സിയാധുന അസാധന രഗനെ വൈഡ രഗൽ കടക സി അനുസരിപ്പാൻ തയ്യാറായി. നമുക്ക് കാണാം അബ്രഹാമിനോട് പറയുക, നീ സ്നേഹിക്കുന്ന ഏകജാതനായ പുത്രനെ നീ എന്ത് ചെയ്യുക, സ്തോത്രം, മോറിയ മലയിൽ കൊണ്ട് യാഗം കഴിക്കുക. പറഞ്ഞ വാക്ക് അനുസരിച്ച സ്തോത്ര എന്ത് അബ്രഹാം ഇന്ന് പകൽ അനുസരിക്കുന്നവരുടെ നടുവിൽ വെളിപ്പെടുന്ന ഒരു ദൈവപ്രവൃത്തിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. ഞാൻ വന്ന വചനത്തിൽ തന്നെയോ യേശു ദൈവം നോഹയോട് പറഞ്ഞ കാര്യം അതുപോലെ ചെയ്തു. നോഹയുടെ ജീവിതത്തിൽ വലിയവ ചെയ്ത് നമുക്ക് കാണുന്നു. അതുകൊണ്ട് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ പറയുന്നത്, അബ്രഹാമു തന്റെ മകനുമായി മോറിയ മലയിലേക്ക് യാത്ര ചെയ്യുമ്പോ കത്തിയുണ്ട്, വിറകുണ്ട്, തീയുണ്ട്. അപ്പ യാഗപീഠത്തിന് യാഗമൃഗം എവിടെ? ചോദ്യത്തിന്റെ നടുവിൽ അബ്രഹാം പതറാതെ യഹോവ കരുതി, ഒറ്റ വാക്ക് മാത്രമേ പറഞ്ഞുള്ളൂ, രണ്ടാമതൊരു വാക്ക് പറഞ്ഞില്ല. യഹോവ കരുതിക്കോളും. മക്കളെ, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുന്നു, മാതാപിതാക്കളോട് ചോദിക്കുന്ന കുഞ്ഞുങ്ങളെ, ഇന്ന് പകൽ നീ വിശ്വസിക്കുക, യഹോവ നിനക്ക് വേണ്ടി കരുതും. മോറിയ മലയിൽ അബ്രഹാമിന് വേണ്ടി കരുതിയ ദൈവം ഏതാണോ ഇടവഴിയിൽ വെച്ച് മകൻ ചോദിച്ചത്, മൃഗത്തെ ചോദിച്ചോ, മൃഗത്തെ തന്നെ മോറിയ മലയിൽ ഒരുക്കിയ ദൈവം ഇന്ന് പകൽ നീ ഏത് ആവശ്യത്തിനെയാണോ മാതാപിതാക്കളോ നീ ചോദിക്കുന്നത്, ഇന്ന് പകൽ അതേ ആവശ്യത്തെ നീ ആയിരിക്കുന്ന മേഖലയിൽ, നീ എത്തേണ്ട മേഖലയിൽ കർത്താവ് കൊണ്ടെത്തിക്കുമെന്ന്, കർത്താവ് നിനക്ക് വേണ്ടി കരുതുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുന്നു. നീ അനുസരിക്കുക, ദൈവം പറയുന്ന വാക്ക് നീ അനുസരിക്കുക, ദൈവം പറയുന്ന വാക്കനുസരിച്ച് നീ മുന്നോട്ട് യാത്ര ചെയ്യുക. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു, എത്തിക്കേണ്ടടുത്ത് കൊന്നെത്തിക്കുവാൻ ദൈവശക്തൻ. ഹല്ലേലൂയ. നോഹ ചെയ്തു, നോഹ അതുപോലെ എന്ത് ചെയ്തു, സ്തോത്രം. അതുകൊണ്ട് 8ാം അധ്യായത്തിലേക്ക് വരുമ്പോ നോഹ എന്ത് ചെയ്യുക, നോഹേനെ ഓർത്തു ദൈവം, സ്തോത്രം, അവനെ ഓർത്തു. ഇന്ന് പകൽ പരിശുദ്ധാത്മാ പറയുന്നു, ഞാൻ പറഞ്ഞു വന്നത്, ദൈവം ഭൂമിമേൽ ഒരു കാറ്റടിപ്പിച്ചു, വെള്ളം നിലച്ചു, ആഴിയുടെ ഉറവുകളും ആകാശത്തിന്റെ കിളിവാതിലും അടഞ്ഞു, ആകാശത്തു നിന്നുള്ള വെള്ളം, ആകാശത്തുള്ള മഴയും നിന്നു. കണ്ടോ, ഇന്ന് പകൽ പരിശുദ്ധാത്മാ പറയുന്നു, എങ്ങനെയാണോ എൻ്റെ കർത്താവ് അതിനെ നിശ്ചലമാക്കാൻ ആഗ്രഹിക്കുന്നത്, അതിനെ സ്റ്റോപ്പ് ചെയ്യുവാൻ, ഇന്നെ സ്റ്റാർട്ട് ചെയ്യാൻ അറിയാവുന്ന കർത്താവിന് സ്റ്റോപ്പ് ചെയ്യാനും അറിയാം. ഇന്ന് പകൽ എൻ്റെ കർത്താവ് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ തുടങ്ങിയാൽ അതിന് നീ സ്റ്റോപ്പ് എന്ന് പറയേണ്ട ആവശ്യമില്ല കേട്ടോ. അതിനെ ഒന്ന് നിർത്തുന്നു പറയാൻ ആവശ്യമില്ല. ഇന്ന് പകൽ നിർത്താൻ എൻ്റെ ദൈവത്തിന് അറിയും. ഇന്ന് പകൽ നീ പറയാതെ തന്നെ എൻ്റെ കർത്താവ് അത് സമയമാകുമ്പോൾ അതിൻ്റെ ലെവലിൽ തന്നെ, അതിൻ്റെ സമയത്ത് തന്നെ അതിനെ നിർത്തിക്കുമെന്ന്, അതിൻ്റെ നോർമലിലേക്ക് തന്നെ, എങ്ങനെയാണോ ഭൂമി ആകേണ്ട ആ ഒരു ലെവലിലേക്ക് തന്നെ കൊണ്ടെത്തിക്കുമെന്ന് പരിശുദ്ധാത്മാവ്. നിന്റെ ജീവിതത്തെ എങ്ങനെയാണോ എൻ്റെ കർത്താവ് ആക്കി തീർക്കേണ്ടത്, നീ പറയുന്നു ഇങ്ങനെയൊക്കെയായി ഞാൻ എങ്ങോട്ടെത്തും, എവിടെ എത്തും അല്ലേ? ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചോദ്യങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ ആത്മാ പറയുന്നു, നീ ചോദിക്കണ്ട കേട്ടോ, കർത്താവിന് അത് ചെയ്യുവാൻ കഴിയും. കർത്താവ് എന്താണോ ചെയ്യാൻ പറയുന്നത് നീ അത് ചെയ്യുക, ബാക്കി എൻ്റെ ദൈവം ചെയ്യുമെന്ന് പരിശുദ്ധാത്മാ പറയുന്നു. നോഹ ചെയ്തു, ബാക്കി എല്ലാം ദൈവത്തിന്റെ പദ്ധതി. വാതിലടച്ചു, ബാക്കി എന്തിയോ മഴ നിർത്തി, എന്തിയോ കാറ്റടിപ്പിച്ചു മഴ നിർത്തി. ഇന്ന് പകൽ പരിശുദ്ധാത്മാ പറയുന്നു, വെള്ളം എന്ത് ചെയ്യുക, നിന്നു, നിലച്ചു. സ്തോത്രം. അങ്ങനെ എന്ത് ചെയ്യുക, സ്തോത്രം. ദൈവത്തിന്റെ ആത്മാ പറയുക, ഓർഡർ അനുസരിച്ച് ദൈവം ചെയ്തുകൊണ്ടിരുന്നു. ഇവിടെ നോഹ എന്ത് ചെയ്യുക, ഒരു മലം കാക്കേനെ എന്ത് ചെയ്യുക, പുറത്തേക്ക് വിട്ടു. വെള്ളം എന്ത് ചെയ്ത് തീർന്നോ, അല്ലെങ്കിൽ വെള്ളം എന്ത് ചെയ്യുക, നിന്നോ എന്നറിയുക, തീർന്നോ എന്നറിയുക. ഇന്ന് പകൽ പരിശുദ്ധാത്മ വന്നും പോയി നിൽക്കുന്ന എന്ത് ചെയ്യുക, സ്തോത്രം, മലങ്കാക്കയെ പോലെ ആകരുത് കേട്ടോ ദൈവജനം. ഇന്ന് പകൽ വന്നും പോയും അങ്ങനെ നിന്നിട്ട് ഒരൊറ്റ പോക്ക്. ഇന്ന് പകൽ പരിശുദ്ധാത്മ പറയുന്നു, വന്നും പോയി നിൽക്കുന്ന ഒരു മലങ്കാക്കയുടെ രീതി ആകരുത് ദൈവജന. പ്രാവിനെ പോലെ ഇന്ന് പകൽ പോയി എന്തിനാണോ പോയി ആ കാര്യം നിവർത്തിച്ച് മടങ്ങി വരുവാൻ. സ്തോത്രം. ഇന്ന് പകൽ പരിശുദ്ധാത്മാ പറയുന്നു, നമ്മളെ ആരാണെന്നുള്ളൊരു ഉത്തമ ബോധ്യം എന്നെയും നിന്നെ ഭരിക്കണമെന്ന്. ഞാൻ സ്തോത്രം ദൈവത്തിന്റെ പൈതലാണെന്നും ഞാൻ ആരാണെന്നുള്ളൊരു ബോധ്യം ഇന്ന് പകൽ ഭരിക്കണമെന്ന് പരിശുദ്ധാത്മാ പറയുന്നു.
കാക്ക എന്ത് ചെയ്യുക സ്തോത്രം, കാക്ക അങ്ങനെ അങ്ങ് പറന്നുപോയി. എന്നാൽ എന്ത് ചെയ്യുക സ്തോത്രം, വെള്ളം എന്ത് ചെയ്യുക അത് നിന്നോ അല്ലെങ്കിൽ വെള്ളം താണോ എന്നറിയുവാൻ നോഹ എന്ത് പ്രാവിനെ പറഞ്ഞയച്ചു. പ്രാവ് വൈകുന്നേരത്ത് അവന്റെ അടുക്കൽ വന്നു. അതിൽ വായിലൊരു എന്ത് ചെയ്യാ വായിൽ അതാ ഒരു പച്ച ഒലിവില അതിൽ ഭൂമിയിൽ വെള്ളം കുറഞ്ഞു എന്ന് നോഹ അറിഞ്ഞു. കണ്ടോ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു നമുക്ക് അടയാള സഹിതം ദൈവം ചെയ്യും. ഇന്ന് പകൽ എങ്ങനെയാണോ നമ്മളെ അതിനെ നിർത്തേണ്ടത്, ദൈവം അത് ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു നോഹ എന്ത് ചെയ്യുക സ്തോത്രം, ഈ ഒരു എന്ത് ചെയ്യുക മൃഗത്തെ അല്ലെങ്കിൽ ഈ എന്ത് ചെയ്യുക ഈ ഒരു പ്രാവിനെ പറഞ്ഞു വിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, പ്രാവ് ഒലിവലം കൊണ്ട് വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്യുക വെള്ളം താന്നു എന്ന് നോഹയ്ക്ക് മനസ്സിലായി. അടുത്തതിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യുക, അതിന് 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഭൂതലം മുടങ്ങിയിരിക്കുന്നു എന്ന് കണ്ടു. 2-ാം മാസം 27-ാം തീയതി ഭൂമി ഉണങ്ങിയിരുന്നു. ദൈവം നോഹയോട് അരുളിച്ചെയ്തത്, നീയും നിന്റെ ഭാര്യയും പുത്രന്മാരും ഭാര്യമാരും പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങുവിൻ. കണ്ടോ, പറഞ്ഞ സമയമല്ലാതെ അതിനകത്തൊന്ന് പുറത്തിറങ്ങിയില്ല. കണ്ടോ, ഇന്ന് പകൽ നമ്മളാണെ വെള്ളം ഇറങ്ങിയല്ലോ എന്ന് പറഞ്ഞ് ചാടി ഇറങ്ങും അല്ലേ. ഇന്ന് പകൽ കർത്താവ് പറയുന്ന വാക്ക് വരെ അവൻ എന്ത് ചെയ്തു, അവനും അവൻ്റെ കുടുംബം അതിനകത്ത് ഇരുന്നു. ഇന്ന് പകൽ പരിശുദ്ധാത്മാ പറയുന്നു ദൈവശബ്ദം കേൾക്കാതെ നീ ഇറങ്ങല്ല് കേട്ടോ. ദൈവശബ്ദം കേട്ടിട്ട് വേണം ഇറങ്ങാൻ. എന്ത് നോഹയുടെ കുടുംബം ഇത് ഇറങ്ങി. സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു നോഹ യഹോവയ്ക്ക് ഒരു യാഗപീഠം എന്ന് പണിതു. ശുദ്ധിയുള്ള സകല മൃഗങ്ങളെ, ശുദ്ധിയുള്ള എല്ലാ പറവുകളെയും ചിലത് എടുത്ത് യാഗപീഠത്തിന്മേൽ യാഗം അർപ്പിച്ചു. യഹോവ സൗകര്യപ്രദമായപ്പോൾ യഹോവ തൻ്റെ ഹൃദയത്തിൽ അരുളി ചെയ്തു, ഞാൻ മനുഷ്യന്റെ നിമിത്തം ഇനി ഭൂമിയെ ശപിക്കുകയില്ല. മനുഷ്യന്റെ മനോനിരൂപണം ബാല്യം മുതൽ ദോഷമുള്ളതാകുന്നു. കണ്ടോ, ഇന്ന് പകൽ പരിശുദ്ധാത്മ പറയുക ദൈവം നോഹയുടെ ഹൃദയത്തെ അറിഞ്ഞിട്ട് അരുളി ചെയ്യുക, ഞാൻ മനുഷ്യന്റെ നിമിത്തം ഇനി ഭൂമിയെ ശപിക്കുകയില്ല. മനുഷ്യന്റെ മനോനിരൂപണം ബാല്യം മുതൽ ദോഷമുള്ളതാകുന്നു. ഞാൻ ചെയ്തതുപോലെ സകല ജീവികളെ ഇനി നശിപ്പിക്കുകയില്ല. ഭൂമിയുള്ള കാലത്തോളം വിതയും കൊയ്ത്തും ശീതവും ഉഷ്ണവും വേനലും വർഷവും രാവും പകലും നിന്നു പോകയില്ല എന്ന് ദൈവം നോഹയോട് പറഞ്ഞു. 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 8-ാം അധ്യായത്തിൽ നോഹൻ തൻ്റെ സകല ഇതും പുറത്തിറങ്ങി നോഹ എന്ത് ചെയ്തു, ദൈവം ചെയ്ത ഉപകാരത്തിന് ഒരു യാഗപീഠം പണിതു. സ്തോത്ര യാഗപീഠത്തിന്മേൽ എന്ത് ചെയ്തു ദൈവം നോഹ സ്തോത്രം യാഗപീഠം പണിതു. യാഗപീഠത്തിൽ ആരാധന കഴിച്ചു. അപ്പോൾ നോഹയോട് പറയുക, ഞാൻ ഇനി ഭൂമിയെ നശിപ്പിക്കത്തില്ല, അതെ ശവിക്കത്തില്ല. അതുകൊണ്ട് ഇനി വിതയും ഭൂമി ഉള്ളിടത്തോളം വിതയും കൊയ്ത്തും ശീതവും ഉഷ്ണവും വേനലും വർഷവും രാവും പകലും നിന്നു പോക ഇല്ല. കണ്ടോ, നോഹയോട് വാക്ക് പറയുക. ഇന്ന് പകൽ എത്ര പേർക്ക് ഇതിന് കഴിയും? നീ ജീവിക്കുന്ന നാൾ വരെ, ഈ ഭൂമിയിലുള്ളിടത്തോളം നാൾ വരെ ഒന്നിന് കുറവില്ലാതെ, ഒരു കുറവും വരുത്താതെ ദൈവം നിന്റെ കുടുംബത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യും. എൻ്റെ ദൈവം സംരക്ഷിക്കുമെന്ന് പറഞ്ഞാൽ സംരക്ഷിക്കും. 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ സ്തോത്രം, ദൈവത്തിൻ്റെ ആത്മാവ് നോഹയെ ദൈവം നോഹയെ അവൻ്റെ പുത്രന്മാരെയും അനുഗ്രഹിച്ച് അവരോട് അരുളി ചെയ്തതെന്നാൽ, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറവീൻ. സ്തോത്രം, ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹം, ബ്ലെസ്സിങ് നോഹയുടെ കുടുംബത്തിനോട് കൂടെയിരുന്നു. ദൈവം പറഞ്ഞതുപോലെ തന്നെ നോഹയുടെ കുടുംബം ചെയ്തതുകൊണ്ട് നോഹയുടെ കുടുംബത്തെ ദൈവം അങ്ങനെ അനുഗ്രഹിച്ചു. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു ആ അനുഗ്രഹം അത് അനുഗ്രഹം തന്നെയാ. ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാ പറയുന്നു, സ്തോത്രം, അബ്രഹാമിനെ അനുഗ്രഹിച്ചതുപോലെ, ഇസഹാക്കിനെ അനുഗ്രഹിച്ചതുപോലെ, യാക്കോബിനെ അനുഗ്രഹിച്ചതുപോലെ ഇന്ന് പകൽ നമ്മളെ അനുഗ്രഹിപ്പാൻ അവൻ ശക്തൻ. വിശ്വസിക്കുക. ഇന്ന് പകൽ കർത്താവ് പറയുന്നത് അനുസരിക്കുക. അതുമാത്രം ഇന്ന് പകൽ ദൈവാത്മാവ് ഓർമ്മിപ്പിക്കുന്നത്.
നോഹയോട് പറഞ്ഞു, ഞാൻ ഭൂമിയുടെ മീതെ മേഘം വരുത്തുമ്പോൾ മേഘത്തിൽ വില്ല് കാണും. അപ്പോൾ ഞാനും നിങ്ങളും സർവ്വജഡവുമായി സകല ജീവജന്തുക്കളും തമ്മിലുള്ള എൻ്റെ നിയമം ഞാൻ ഓർക്കും. ഇനി സകല ജഡത്തെയും നശിപ്പിപ്പാൻ വെള്ളം ഒരു പ്രളയമായി തീരുകയില്ല. വില്ല് മേഘത്തിലുണ്ടാകും. ദൈവവും ഭൂമിയിലെ സർവ്വജനവും സകല ജീവികളും തമ്മിൽ എന്നുള്ള നിയമം ഓർക്കേണ്ടതിന് ഞാൻ അതിനെ നോക്കും. അടുത്തത് 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഞാൻ ഭൂമിയിലുള്ള സകല ജഡത്തോടും ചെയ്തിരിക്കുന്ന നിയമത്തിന് ഇത് ഒരു അടയാളമാകുന്നു എന്ന് ദൈവം പറഞ്ഞു. ഏത്? മഴവില്ല്. ഇന്ന് പകൽ നോഹയോട് പറഞ്ഞ ദൈവം, നിന്നെ ഒരിക്കലും എന്തിനെ നശിപ്പിക്കത്തില്ല, നിന്നെ നശിപ്പിക്കത്തില്ലെന്ന്, നിന്റെ കുടുംബത്തെ ഭൂമിയെ നശിപ്പിക്കത്തില്ലെന്ന് നോഹയോട് പറഞ്ഞതുപോലെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഒരിക്കൽ കൂടി പറയുന്നു, ദൈവം പറഞ്ഞതുപോലെ തന്നെ നോഹ ചെയ്തു. അതുകൊണ്ട് ഇന്ന് പകൽ ദൈവം നമ്മളോട് എന്താണോ പറയുന്നത് അതനുസരിക്കുവാൻ തയ്യാറായാൽ എൻ്റെ ദൈവം അനുഗ്രഹിക്കും കേട്ടോ. നോഹയോട് പറഞ്ഞ പോലെ വാഗ്ദത്തം, നിന്നെ നശിപ്പിക്കത്തില്ല, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ കുടുംബത്തെ ഞാൻ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞ വാക്ക് ദിവസങ്ങളിൽ ഓരോ കുടുംബങ്ങളിലേക്ക് കർത്താവ് അങ്ങനെ തന്നെ അയക്കട്ടെ. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്തു, എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഞാൻ എൻ്റെ നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഇന്ന് പകൽക്കാലം ഈ വചനത്തെ ഇന്ന് പകൽ എല്ലാവരിലേക്കും വായിച്ചുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സകലർക്കും ദൈവം ഒരിക്കൽ കൂടി ദൈവം അനുഗ്രഹം നൽകട്ടെ. ദൈവത്തിൻ്റെ വചനം ആഴമേറി ഈ വചനത്തെ ആഴമായി ആത്മാവിൽ ഗ്രഹിച്ചുകൊണ്ട് ദൈവം നമ്മളെ ഒരുപോലെ അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗപിതാവേ, നല്ല പകൽ ദൈവത്തിൻ്റെ വലിയ വചനത്തിൻ്റെ ശക്തി ഇന്ന് പകൽ വെളിപ്പെടണമേ. വിശ്വസിക്കുന്ന നടുവിൽ ദൈവശബ്ദം കർത്താവ് കേട്ട് അനുസരിക്കുന്നവരുടെ നടുവിൽ ഈ ദിവസങ്ങളിൽ വെളിപ്പെടുന്ന ഒരു മഹത്വം, ഗ്ലോറി കർത്താവ് ദിവസങ്ങളിൽ വെളിപ്പെടുത്തണമേ. അങ്ങ് പറഞ്ഞാൽ അത് അങ്ങനെ സംഭവിക്കും. അങ്ങ് പറഞ്ഞാൽ അതിന് മാറ്റമുണ്ടാകില്ല. ഇന്ന് പകൽ അത് കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതലായി തീരട്ടെ. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബത്തെയും സ്വർഗം തന്നെ പണിയട്ടെ, കുഞ്ഞുങ്ങളെ പണിയട്ടെ. ഒരു വലിയ ദൈവിക മഹത്വത്തിന് വേണ്ടി ദൈവശബ്ദത്തിന് മുമ്പിൽ കാത്തിരിക്കുന്ന ജനത്തിന് നടുവിൽ ഒരു ദൈവിക മഹത്വം വെളിപ്പെടട്ടെ. സ്വർഗം അങ്ങനെ തന്നെയും മഹത്വം അങ്ങേക്ക് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.